ക്രിസ്മസ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും സ്റ്റൂ കറി. അന്തസ്. അപ്പം നമുക്കൊരു തട്ടിക്കൂട്ട് സ്റ്റൂ കറി അങ്ങോട്ട് ഉണ്ടാക്കിയാലോ? 2 ഉരുളക്കിഴങ്ങ് കൂട്ടുമാരെടുക്കുക, കട്ട് 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 സ്മോൾ പീസസ്. പിന്നെ നമ്മുടെ ചിക്കൻ. ഈ കഷ്ണത്തിൻ്റെ ക്വാണ്ടിറ്റി ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞാനിത് അടുക്കളയിൽ നിന്ന് ഇസ്കിയതാന്നേ. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങും ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കുക്കറിൽ അങ്ങോട്ട് വേവിക്കുക. മറ്റു സൈഡിൽ ചിക്കൻ വേകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് സവാള അരിഞ്ഞെടുക്കാം. സവാള കിരിക്കിരി ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ച സവാളയും മാറ്റി വയ്ക്കുക. ആ വിസിൽ വന്നല്ലോ. അടുത്ത് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആവശ്യത്തിന് എടുക്കുക. ചതയ്ക്കുക. ചീനച്ചട്ടി എടുക്കുക, എണ്ണ ഒഴിക്കുക, കടുക് ഇടുക, പൊട്ടിക്കുക. സ്ഥിരം കലാപരിപാടികൾ. അരിഞ്ഞ് വെച്ച് സവാള ഇടുക, ഉപ്പിടുക, വഴട്ടുക. ആ സമയം കൊണ്ട് കുറച്ച് തേങ്ങ എടുക്കുക, മിക്സിയിൽ ഒഴിക്കുക, മിക്സിയിൽ ഇടുക, കുറച്ച് വെള്ളം ഒഴിക്കുക, അരയ്ക്കുക. മാക്സിമം പിഴിഞ്ഞെടുക്കുക. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് പിഴിഞ്ഞങ്ങോട്ട് എടുക്കുക. 2 പാല് 1 പാല്. നമ്മുടെ സവാളയുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതങ്ങോട്ട് ഇട്ടുക, മൂടി വയ്ക്കുക, വഴട്ടുക, മൂടി വയ്ക്കുക, വഴട്ടുക. വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്, ചിക്കൻ വെന്തിട്ടുണ്ട്. ഇതൊക്കെ അങ്ങോട്ട് ഇടുക, അങ്ങോട്ട് മിക്സ് ആക്കുക. പിന്നെ അങ്ങോട്ട് ഉടയ്ക്കുക. ഉടച്ചതിന് ശേഷം അത്യാവശ്യം ബാക്കിയുള്ള വെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ചതിന് ശേഷം ബാലൻസ് മീൻസ് നമ്മുടെ നേരത്തെ അരച്ച് വെച്ച 2 പാൽ ഒഴിക്കുക. ആ കൺസിസ്റ്റൻസി ആണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിക്കണം. പിന്നെ ഈ മസാല നിർബന്ധം കേട്ടോ. അതും കൂടി ഇട്ട് അങ്ങോട്ട് തിളപ്പിക്കുക. കുരുമുളക് ഇമ്പോർട്ടൻറ്റ് തിങ്ക്. അതും കൂടി ഇട്ട് മിക്സ് ആക്കുക. മിക്സ് തിളയ്ക്കണം. തിള കണ്ടോ? നല്ല മണം വരുന്നുണ്ട്. 1 പാലും കൂടി അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിച്ചെടുത്തവരും അറിയും കേട്ടോ. അതുകൊണ്ട് അധികം തിളപ്പിക്കാൻ നിൽക്കേണ്ട. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ മല്ലിയിലയും കൂടി ഇട്ട് അങ്ങോട്ട് ഇളക്കുക. സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്യുക. ഇതാ ഇങ്ങനെ അങ്ങോട്ട് സർവ് ചെയ്യുക. ആഹാ, ഇപ്പോൾ കുറച്ച് അപ്പം കൂടി കിട്ടിയാണ്ടല്ലോ കൂട്ടി അടിക്കാൻ കൊതിയാവുന്നുണ്ട്. അപ്പോൾ ഹോസ്റ്റലിസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ